സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ തട്ടിയെടുക്കുന്ന ചില ആളുകളെ നാം കണ്ടുമുട്ടാറുണ്ട്. അവർ കാരണം നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. ഉറങ്ങുമ്പോൾ സമാധാനമില്ല, ഉണർന്നിരിക്കുമ്പോൾ മനസ്സമാധാനമില്ല. ജീവിതം തന്നെ നരകതുല്യമായതുപോലെ തോന്നും. ഏറ്റവും വലിയ കാര്യമെന്തെന്നാൽ ഇത്തരക്കാർ പലപ്പോഴും നമ്മുടെ ചുറ്റും തന്നെയുള്ളവരായിരിക്കും. ഒരുപക്ഷെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു, കൂടെ ജോലി ചെയ്യുന്നവർ, അതുമല്ലെങ്കിൽ നമ്മളേറെ വിശ്വസിച്ച ഒരാൾ. പക്ഷെ ചോദ്യമിതാണ്, ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഓടിപ്പോകണോ? തിരിച്ചു തള്ളണോ? അതോ മിണ്ടാതെ സഹിക്കണോ? ഇവിടെയാണ് ചാണക്യനീതിയുടെ യഥാർത്ഥവും അപകടകരവുമായ ശക്തി പ്രസക്തമാകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്യരുത്. അവന്റെ സ്വഭാവത്തെയും ഉദ്ദേശ്യത്തെയും മനസ്സിലാക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഈ വീഡിയോയിൽ നിങ്ങൾ വളരെ അപകടകാരികളായ കാര്യങ്ങൾ പഠിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്, കാരണം ഈ അറിവ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഒന്ന് ചിന്തിക്കൂ, ആരെങ്കിലും ദിവസവും നിങ്ങളുടെ ജീവിതം നരകമാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വിഷം കുടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുമോ? ഇല്ല. കാരണം ഇന്ന് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആത്മാവ് തന്നെ തകർന്നുപോകും. തകർന്ന മനുഷ്യൻ ശ്വാസം വിടുന്നുണ്ടെങ്കിൽ കൂടി അയാൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കിയാൽ എങ്ങനെ ചാണക്യനീതിയിലൂടെ ശരിയായ നടപടിയെടുക്കാം, എങ്ങനെ ശത്രുവിനെ തിരിച്ചറിയാം, ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയാത്ത വിധം എങ്ങനെ ശക്തനാകാം എന്ന് ഇന്ന് നമ്മൾ പഠിക്കും. ചാണക്യനീതി 1. ശത്രുവിനെ തിരിച്ചറിയുക, എന്നാൽ ഉടൻ വെളിപ്പെടുത്തരുത്. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ തിരിച്ചറിയുക, പക്ഷേ നിങ്ങളുടെ തിരിച്ചറിവ് അവനെ അറിയിക്കരുത്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ആദ്യം അവന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. അവൻ അസൂയ കൊണ്ടാണോ ഇത് ചെയ്യുന്നത്? അതോ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനാണോ? അതോ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുകയാണോ? ആദ്യത്തെ പടി ശത്രുവിനെ തിരിച്ചറിയലാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞ ഉടനെ പൊട്ടിത്തെറിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് പ്രതികരിച്ചാൽ നിങ്ങൾ അവന്റെ വലയിൽ വീഴും. പകരം മൗനം പാലിക്കുക, എന്നാൽ ഉള്ളുകൊണ്ട് അവന്റെ നീക്കങ്ങൾ കുറിച്ചുവെക്കുക. ചാണക്യനീതി 2. മൗനത്തെ ആയുധമാക്കുക. ചാണക്യൻ പറയുന്നു, മൗനത്തേക്കാൾ വലിയ ഉത്തരമില്ല. ഒരാൾ നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ തകർന്നു പോകണമെന്നും ദേഷ്യത്തിൽ പ്രതികരിക്കണമെന്നുമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദേഷ്യത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ മൗനം പാലിച്ച് അവന്റെ നീക്കങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ അവന്റെ ശക്തി തന്നെ ഇല്ലാതാകും. ഓർക്കുക, നിങ്ങളെ ശല്യം ചെയ്യുന്നവന് ഏറ്റവും ആവശ്യമുള്ളത് നിങ്ങളുടെ ശ്രദ്ധയാണ്. നിങ്ങൾ അത് നൽകിയില്ലെങ്കിൽ അവൻ പതുക്കെ പതുക്കെ ദുർബലനാകും. ചാണക്യനീതി 3. ബന്ധങ്ങളുടെ സത്യം അംഗീകരിക്കുക. പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് പുറത്തുള്ളവരല്ല, സ്വന്തം വീട്ടിലുള്ളവരായിരിക്കും. സുഹൃത്തുക്കളോ കുടുംബമോ ബന്ധുക്കളോ ആകാം. ഇവരെ തിരിച്ചറിയാനും അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, സ്നേഹത്തിന്റെ പേരിൽ വിഷം നൽകുന്നിടത്ത് തുടരുന്നത് വിഡ്ഢിത്തമാണ്. ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസം ആവർത്തിച്ച് തകർക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിമാനത്തെ ചവിട്ടിമെതിക്കുകയാണെങ്കിൽ, അതെത്ര അടുത്ത ആളായാലും ആ സത്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ. ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് സ്വന്തം ആത്മാവിനെ എരിച്ചുകളയരുത്. ചാണക്യനീതി 4. കൃത്യമായ അകലം പാലിക്കുക. ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു, ശത്രുവിനെ അടുപ്പിക്കരുത്. മിത്രത്തെ നിങ്ങളെ മുറിവേൽപ്പിക്കാൻ കഴിയുന്നത്ര അടുത്തു നിർത്തുകയും അരുത്. പലപ്പോഴും നമ്മൾ കരുതും, പോട്ടെ, അവൻ എന്റെ സ്വന്തം ആളല്ലേ, അവൻ മാറും എന്ന്. എന്നാൽ സത്യമിതാണ്, മനുഷ്യന്റെ സ്വഭാവം പെട്ടെന്നൊന്നും മാറില്ല. അതിനാൽ നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നവരിൽ നിന്നും മാനസികമായും ശാരീരികമായും അകലം പാലിക്കുക. അകലമെന്നാൽ ശത്രുതയല്ല. ഇതിനർത്ഥം സ്വന്തം മനസ്സമാധാനം സംരക്ഷിക്കലാണ്. നിങ്ങളുടെ ആത്മാവ് ശാന്തമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയൂ. ചാണക്യനീതി 5. ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുക. ചാണക്യൻ പറയുന്നു, ആരുടെ മനസ്സാണോ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് അവന്റെ ജീവിതം നരകമാണ്. ഒരാൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുകയാണ്. നിങ്ങൾ അയാളെക്കുറിച്ച് ചിന്തിക്കുന്നു, അയാളുടെ വാക്കുകളെ ഭയക്കുന്നു, അയാളുടെ പരിഹാസങ്ങളിൽ തകർന്നു പോകുന്നു. ഒരു നിമിഷം നിന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതം അയാളുടേതാണോ അതോ നിങ്ങളുടേതോ? ഓർക്കുക, നിങ്ങൾ മനസ്സിൽ ഇടം കൊടുക്കാത്തിടത്തോളം ആർക്കും നിങ്ങളെ തകർക്കാനാവില്ല. ഇന്ന് തന്നെ തീരുമാനിക്കൂ, എന്റെ ജീവിതം എന്റേതാണ്. ഒരു കഥയുണ്ട്. ഒരു രാജാവിന്റെ ദാസൻ എപ്പോഴും രാജാവിനെ അപമാനിക്കുമായിരുന്നു. അങ്ങ് ദുർബലനാണ്, അങ്ങയുടെ തീരുമാനങ്ങൾ തെറ്റാണ് എന്നൊക്കെ പറയും. രാജാവ് വളരെ ദുഃഖിതനായി. ഒരിക്കൽ ചാണക്യൻ വന്ന് ചോദിച്ചു, മഹാരാജാവേ, അങ്ങ് ആ ദാസനെ അങ്ങയുടെ ആത്മാവിന്റെ യജമാനനായി കാണുന്നുണ്ടോ? രാജാവ് ഞെട്ടി. ഇല്ല, അതെങ്ങനെ സംഭവിക്കും? ചാണക്യൻ ചിരിച്ചു. എങ്കിൽ പിന്നെ അവന്റെ അപമാനമോർത്ത് ദുഃഖിച്ച് അങ്ങ് എന്തിനാണ് അവനെ മനസ്സിന്റെ യജമാനനാക്കുന്നത്? അന്ന് രാജാവ് തീരുമാനിച്ചു, മറ്റൊരാളുടെ വാക്കുകൾ കൊണ്ട് തന്റെ ജീവിതം നശിപ്പിക്കില്ല എന്ന്. ചാണക്യനീതി 6. സമയത്തിനായി കാത്തിരിക്കുക.
ചാണക്യൻ പറയുന്നു, സമയത്തിനു മുൻപേ കിട്ടുന്ന ഫലത്തിന് മധുരമുണ്ടാകില്ല. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ ഉടൻ പ്രതികാരം ചെയ്യാൻ ചിന്തിക്കരുത്. സമയത്തിനായി കാത്തിരിക്കുക. കാരണം സമയമാണ് ഏറ്റവും വലിയ ന്യായാധിപൻ. ഇന്ന് അവൻ നിങ്ങളെ വേദനിപ്പിക്കുന്നു, നാളെ സാഹചര്യം അവനെ വേദനിപ്പിക്കും. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക. കാരണം ചാണക്യന്റെ അഭിപ്രായത്തിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. സുഹൃത്തുക്കളെ, ആരെങ്കിലും ജീവിതം നരകമാക്കിയാൽ ശത്രുവിനെ തിരിച്ചറിയണമെന്നും മൗനം ആയുധമാക്കണമെന്നും ബന്ധങ്ങളുടെ സത്യം തിരിച്ചറിയണമെന്നും അകലം പാലിക്കണമെന്നും ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നും സമയത്തിനായി കാത്തിരിക്കണമെന്നും ഇന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. കാരണം അടുത്തതായി നമ്മൾ അറിയാൻ പോകുന്നത്, ശത്രു തന്ത്രശാലിയാകുമ്പോൾ, അവൻ വീണ്ടും വീണ്ടും നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ചാണക്യനീതിയുടെ ഏതെല്ലാം മാരകമായ ഉപായങ്ങൾ സ്വീകരിക്കണമെന്നാണ്. ആ ഉപായങ്ങൾ നിങ്ങളെ രക്ഷിക്കുക മാത്രമല്ല, ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിഷം കലർത്താൻ കഴിയാത്തത്ര ശക്തനാക്കി നിങ്ങളെ മാറ്റുകയും ചെയ്യും. ചാണക്യൻ പറയുന്നു, വിചാരങ്ങൾ പടരുമ്പോഴാണ് സമൂഹം മാറുന്നത്. ഭാഗം 2. സുഹൃത്തുക്കളെ, ആദ്യ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു, ആരെങ്കിലും ജീവിതം നരകമാക്കിയാൽ ആദ്യം അവനെ തിരിച്ചറിയണം, മിണ്ടാതിരിക്കണം, അകലം പാലിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ ചോദ്യമിതാണ്, ആ മനുഷ്യൻ തന്ത്രശാലിയാണെങ്കിലോ? അവൻ പുതിയ പുതിയ വഴികൾ കണ്ടെത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിലോ? ഇവിടെയാണ് ചാണക്യനീതിയുടെ യഥാർത്ഥ തന്ത്രപരമായ ഉപായങ്ങൾ ഉപകരിക്കുന്നത്. ചാണക്യനീതി 7. ശത്രുവിനെ അവന്റെ തന്നെ തന്ത്രത്തിൽ വീഴ്ത്തുക. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ നശിപ്പിക്കാൻ അവന്റെ തന്നെ തന്ത്രം ഉപയോഗിക്കുക. അതായത്, ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കുകയാണെങ്കിൽ അവനുമായി നേർക്കുനേർ ഏറ്റുമുട്ടരുത്. പകരം അവന്റെ നീക്കത്തെ അവനെതിരെ തന്നെ തിരിച്ചുവിടുക. ഉദാഹരണത്തിന്, ഓഫീസിൽ ഒരു സഹപ്രവർത്തകൻ എപ്പോഴും നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ അവനുമായി വഴക്കിട്ടാൽ നിങ്ങളുടെ പേര് തന്നെയാണ് മോശമാവുക. എന്നാൽ നിങ്ങൾ ജോലിയിൽ കൂടുതൽ മികവ് കാണിച്ച് മറുപടി നൽകിയാൽ അവന്റെ ആരോപണങ്ങൾ താനേ ഇല്ലാതാകും. അവൻ നിങ്ങൾക്കെതിരെ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം ആളുകൾ അവനെ കള്ളനായി കാണും. ഇതാണ് ശത്രുവിനെ അവന്റെ തന്ത്രത്തിൽ കുടുക്കുക എന്നത്. മാരകമായ പാഠം 1. വാക്കുകളേക്കാൾ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. ചാണക്യൻ പറയുന്നു, വാക്കിനേക്കാൾ വലിയ ആയുധം കർമ്മമാണ്. ഒരാൾ നിങ്ങളുടെ ജീവിതം നരകമാക്കുമ്പോൾ അവൻ പലപ്പോഴും വാക്കുകൾ കൊണ്ടാണ് നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത്. അവൻ പരിഹസിക്കും, മോശം കാര്യങ്ങൾ പറയും, നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾ ഓരോ തവണയും മറുപടി നൽകിയാൽ അത് അവന്റെ വിജയമാണ്. യഥാർത്ഥ വിജയം നിങ്ങൾ ഒന്നും മിണ്ടാതെ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുമ്പോഴാണ്. ചാണക്യൻ പറയുന്നു, ലോകം വാക്കുകൾ കേൾക്കില്ല, ഫലമാണ് റിസൾട്ട്സ് നോക്കുന്നത്. അതിനാൽ ശല്യപ്പെടുത്തുന്നവന് മറുപടി പ്രവൃത്തിയിലൂടെ നൽകുക. മാരകമായ പാഠം 2. ശത്രുവിനെ അവഗണിക്കുന്നത് ഒരു തന്ത്രമാണ്. പലപ്പോഴും നമുക്ക് തോന്നും യുദ്ധം മാത്രമാണ് വഴിയെന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നു, ചിലപ്പോൾ ശത്രുവിനെ അവഗണിക്കുന്നത് അവനെ കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ്. കാരണം ആരെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന്റെ യഥാർത്ഥ ശക്തി നിങ്ങളുടെ ശ്രദ്ധയാണ്, അറ്റൻഷൻ. നിങ്ങൾ അവനെ പൂർണ്ണമായും അവഗണിച്ചാൽ അവൻ പതുക്കെ ക്ഷീണിച്ചു പോകും. ഒരു ചെറിയ കഥ കേൾക്കൂ. ഒരിക്കൽ ശിഷ്യന്മാർ ചാണക്യനോട് ചോദിച്ചു, ആചാര്യ, ആരെങ്കിലും ദിവസവും നമ്മളെ അപമാനിച്ചാൽ എന്തു ചെയ്യണം? ചാണക്യൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഒരു പട്ടി നിങ്ങളെ നോക്കി കുരച്ചാൽ നിങ്ങൾ തിരിച്ചു കുരയ്ക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ വഴിക്കു പോകും. അതുതന്നെയാണ് ഏറ്റവും വലിയ മറുപടി. മാരകമായ പാഠം 3. സ്വയം കൂടുതൽ ശക്തനാകുക. ഒരാൾ നിങ്ങളുടെ ജീവിതം നരകമാക്കുമ്പോൾ അവന്റെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങളെ ദുർബലനാക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, ഉള്ളിൽ നിന്നും ശക്തനായവനെ പുറത്തുനിന്നുള്ള ഒന്നിനും തകർക്കാനാവില്ല. ഇതിനർത്ഥം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആത്മബലത്തിൽ കേന്ദ്രീകരിക്കണമെന്നാണ്. യോഗ ചെയ്യുക, ധ്യാനിക്കുക, പഠിക്കുക, ജോലിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം സ്വയം ശക്തനാകുന്നുവോ അത്രത്തോളം ശത്രുവിന് നിങ്ങളെ ഇളക്കാൻ കഴിയില്ല. മാരകമായ പാഠം 4. ശരിയായ സമയത്ത് മറുപടി നൽകുക. ചാണക്യനീതി പറയുന്നു, ദേഷ്യത്തിന്റെ സമയത്ത് മറുപടി നൽകുന്നവൻ എപ്പോഴും തോൽക്കും. ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ സമയത്ത് മറുപടി നൽകുന്നവൻ ജയിക്കും. ആരെങ്കിലും ജീവിതം നരകമാക്കിയാൽ ഉടൻ ദേഷ്യത്തിൽ എടുത്തു ചാടരുത്. ക്ഷമയോടെ ഇരിക്കുക. ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. എന്നിട്ട് ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ഒറ്റയടിക്ക് മറുപടി നൽകുക. മറ്റൊരു കഥ കേൾക്കൂ. ഒരിക്കൽ ഒരു മന്ത്രി ചാണക്യനെ ദർബാറിൽ വെച്ച് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചു. എന്നാൽ ചാണക്യൻ മിണ്ടിയില്ല. കുറച്ചു കാലത്തിനു ശേഷം അതേ മന്ത്രി ഒരു തെറ്റിൽ പിടിക്കപ്പെട്ടു. ചാണക്യൻ ശബ്ദമുയർത്താതെ തന്നെ ആ തെളിവ് രാജാവിന്റെ മുന്നിൽ വെച്ചു. അതോടെ ആ മന്ത്രിയുടെ സ്ഥാനം പോയി. ഇതാണ് ശരിയായ സമയത്തെ പ്രഹരം. മാരകമായ പാഠം 5. ലക്ഷ്യത്തിൽ മുഴുകുക. ആരെങ്കിലും ജീവിതം നരകമാക്കുമ്പോൾ ഏറ്റവും വലിയ അപകടം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മറന്നുപോകുന്നു എന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ അവന്റെ പരിഹാസങ്ങളിലും വേദനകളിലും കുടുങ്ങിപ്പോകുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, ലക്ഷ്യത്തിൽ കണ്ണുള്ളവനെ ആർക്കും വഴിതെറ്റിക്കാനാവില്ല.
അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക. നിങ്ങളെ വീഴ്ത്താൻ ആഗ്രഹിച്ചവർ നാളെ നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെടും. മാരകമായ പാഠം 6. മിത്രങ്ങളെയും സഹായികളെയും ശക്തിപ്പെടുത്തുക. ചാണക്യനീതിയുടെ ഒരു പ്രധാന തത്വമാണിത്. ശത്രു ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. അവന് പിന്നിലും ആളുകളുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ മിത്രങ്ങളെ എപ്പോഴും ശക്തിപ്പെടുത്തുക. ഇതിനർത്ഥം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സത്യസന്ധമായ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അത് സുഹൃത്തോ കുടുംബമോ ഗുരുവോ ആകാം. നിങ്ങളുടെ കൂടെ ആളുണ്ടെങ്കിൽ ശത്രുവിന് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. മാരകമായ പാഠം 7. സ്വയം ശാന്തമായിരിക്കാൻ പഠിക്കുക. ചാണക്യൻ പറയുന്നു, ആരുടെ മനസ്സാണോ ശാന്തമായിരിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ പോരാളി. ആരെങ്കിലും ജീവിതം നരകമാക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉള്ളിൽ തകർന്നുപോകാതിരിക്കുക എന്നതാണ്. നിങ്ങൾ ഉള്ളിൽ തകർന്നാൽ പുറത്ത് എന്ത് ചെയ്താലും ജയിക്കാനാവില്ല. അതുകൊണ്ട് മനസ്സ് ശാന്തമായി വയ്ക്കുക. ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നല്ല ചിന്തകളിലൂടെയും മനസ്സിനെ സന്തുലിതമാക്കുക. സുഹൃത്തുക്കളെ, ആരെങ്കിലും ജീവിതം നരകമാക്കുകയും അവൻ വീണ്ടും വീണ്ടും തന്ത്രപരമായി ഉപദ്രവിക്കുകയും ചെയ്താൽ ചാണക്യനീതി എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. ശത്രുവിനെ അവന്റെ തന്ത്രത്തിൽ വീഴ്ത്തുക, വാക്കുകൊണ്ടല്ല പ്രവൃത്തികൊണ്ട് മറുപടി നൽകുക. ചിലപ്പോൾ അവഗണിക്കുന്നതാണ് വലിയ പ്രഹരം. സ്വയം ശക്തനാകുക, ശരിയായ സമയത്ത് മറുപടി നൽകുക, ലക്ഷ്യത്തിൽ മുഴുകുക, നല്ല മിത്രങ്ങളെ ഉണ്ടാക്കുക, മനസ്സ് ശാന്തമാക്കുക. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം 3-ാം ഭാഗത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത്, ശത്രു നിങ്ങൾക്കെതിരെ ഗൂഢാലോചന കൺസ്പിറസി നടത്തുകയാണെങ്കിൽ, നിങ്ങളുടെ പുറകിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ ചാണക്യനീതിയുടെ ഏതെല്ലാം രഹസ്യ ഉപായങ്ങൾ സ്വീകരിക്കണം എന്നാണ്. ചാണക്യൻ പറയുന്നു, വിചാരങ്ങൾ പടരുമ്പോഴാണ് സമൂഹം മാറുന്നത്. ഭാഗം 3. സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ പഠിച്ചു എങ്ങനെ ഒരാളുടെ നീക്കങ്ങളെ തിരിച്ചറിയാം, എങ്ങനെ കൃത്യമായ അകലം പാലിച്ച് അവനെ ദുർബലനാക്കാം, എങ്ങനെ തന്ത്രശാലികളെ അവരുടെ തന്നെ വലയിൽ വീഴ്ത്താമെന്ന്. എന്നാൽ മറ്റൊരു അപകടകരമായ സാഹചര്യമുണ്ട്. അവൻ മുന്നിൽ നിന്ന് മാത്രമല്ല പുറകിൽ നിന്ന് ഗൂഢാലോചന നടത്തുമ്പോൾ. അവൻ പുറമെ സുഹൃത്തായി അഭിനയിക്കും, എന്നാൽ ഉള്ളിൽ നിങ്ങളെ വീഴ്ത്താൻ പദ്ധതിയിടും. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പെട്ടുപോകുന്നത്. എന്നാൽ ഇതിനും ചാണക്യൻ രഹസ്യതന്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. രഹസ്യ ഉപായം 1. ശത്രുവിന്റെ വേരറുക്കുക. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ വേര് മുറിച്ചാൽ അവന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും. ആരെങ്കിലും ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അവന്റെ വാക്കുകൾക്ക് മറുപടി നൽകിയാൽ മാത്രം പോരാ. അവന്റെ ശക്തി എവിടെ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ നിങ്ങളെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുകയാണോ? അതോ ആരെങ്കിലും അവനെ സഹായിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ ഭയമാണോ അവന്റെ ശക്തി? യഥാർത്ഥ പ്രഹരം അവന്റെ വേരിലാണ് നൽകേണ്ടത്. അവൻ നുണകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ സത്യം വെളിച്ചത്തു കൊണ്ടുവരിക. അവന് പിന്നിൽ ആളുകളുണ്ടെങ്കിൽ ആ ആളുകളെ സത്യം അറിയിക്കുക. അവന്റെ ശക്തി നിങ്ങളുടെ ഭയമാണെങ്കിൽ ഇന്ന് തന്നെ ആ ഭയം അവസാനിപ്പിക്കുക. രഹസ്യ ഉപായം 2. ശത്രുവിനെ തെറ്റായ വിശ്വാസത്തിൽ നിർത്തുക. ചാണക്യനീതി പറയുന്നു, ശത്രുവിനെ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുക. അവൻ നിങ്ങളുടെ യഥാർത്ഥ നീക്കം തിരിച്ചറിയരുത്. ഇതിനർത്ഥം നിങ്ങളുടെ പദ്ധതികളും ചിന്തകളും യഥാർത്ഥ ശക്തിയും അവനെ ഒരിക്കലും അറിയിക്കരുത്. പകരം നിങ്ങൾ ദുർബലനാണെന്നും ഭയന്നിരിക്കുകയാണെന്നും മിണ്ടാതിരിക്കുകയാണെന്നും അവനെ വിശ്വസിപ്പിക്കുക. അവൻ അശ്രദ്ധനാകുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ നീക്കം പുറത്തെടുക്കുക. ഒരു കഥ കേൾക്കൂ. ചാണക്യൻ ചന്ദ്രഗുപ്തനെ മഗധ സാമ്രാജ്യം ജയിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം ശത്രുക്കളെ കാണിച്ചത്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾക്ക് സൈന്യമില്ല എന്നാണ്. എന്നാൽ രഹസ്യമായി ശക്തി വർദ്ധിപ്പിച്ചു. സമയം വന്നപ്പോൾ ശത്രുവിന് താങ്ങാൻ കഴിയാത്തത്ര വലിയ പ്രഹരം നൽകി. രഹസ്യ ഉപായം 3. ശത്രുവിനെ സ്വന്തം വലയിൽ കുടുങ്ങാൻ അനുവദിക്കുക. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ എടുത്തുചാട്ടം തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ കെണി. അതായത് ആരെങ്കിലും നിങ്ങളെ വീഴ്ത്താൻ വളരെ തിടുക്കം കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവന്റെ ഏറ്റവും വലിയ ബലഹീനത. അവനെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കുക. അവനെക്കൊണ്ട് അവന് തന്നെ എതിരാകുന്ന നീക്കങ്ങൾ ചെയ്യിക്കുക. ഉദാഹരണത്തിന്, ഒരു സഹപ്രവർത്തകൻ നിങ്ങളുടെ പേര് നശിപ്പിക്കാൻ നുണ പറയുകയാണെങ്കിൽ അവനെ വീണ്ടും വീണ്ടും പറയാൻ അനുവദിക്കുക. കാരണം നുണ ഒരു തവണ ഫലിക്കും, എന്നാൽ പലതവണ പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. അതായത് അവന്റെ നുണയുടെ വല അവനെ തന്നെ കുടുക്കും. രഹസ്യ ഉപായം 4. രഹസ്യ സഹായികളെ ഉണ്ടാക്കുക. ചാണക്യനീതി പറയുന്നു, ഗൂഢാലോചനയെ തോൽപ്പിക്കാൻ രഹസ്യമിത്രങ്ങളുടെ ശൃംഖല ഉണ്ടാക്കുക. ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടരുത്. പകരം സത്യം കാണുന്നവരെ കൂടെ കൂട്ടുക. അവരിൽ നിന്ന് രഹസ്യ സഹായം തേടുക. ശരിയായ സമയത്ത് അവരോടൊപ്പം ചേർന്ന് ശത്രുവിന്റെ നീക്കത്തെ തകർക്കുക. ഉദാഹരണത്തിന്, ഒരിക്കൽ ദർബാറിൽ ഒരു മന്ത്രി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി. എന്നാൽ രാജാവിന്റെ ചാരന്മാർ നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞിരുന്നു. രാജാവ് ശരിയായ സമയത്ത് ഗൂഢാലോചന പൊളിക്കുകയും മന്ത്രിയുടെ കളി അവസാനിപ്പിക്കുകയും ചെയ്തു. രഹസ്യ ഉപായം 5. ശത്രുവിന്റെ ശക്തി പതുക്കെ പതുക്കെ കുറയ്ക്കുക. ചാണക്യൻ പറയുന്നു,
ശത്രുവിനെ പെട്ടെന്ന് നശിപ്പിക്കരുത്. അവന്റെ ശക്തി പതുക്കെ പതുക്കെ കുറയ്ക്കുക. ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തീർക്കാൻ ശ്രമിക്കാതെ അവന്റെ പീട്ടി അയക്കുക. അവന്റെ സഹായികളെ അവനിൽ നിന്ന് അകറ്റുക. അവന്റെ കൂട്ടുകെട്ട് കുറയ്ക്കുക. അവന്റെ ആത്മവിശ്വാസം തകർക്കുക. അവൻ ഒറ്റപ്പെടുമ്പോൾ അവസാനത്തെ അടി കൊടുക്കുക. രഹസ്യ ഉപായം 6. മൗനം കൊണ്ട് പ്രഹരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ തോറ്റു എന്ന് ശത്രു കരുതും. എന്നാൽ ചാണക്യൻ പറയുന്നു, ശത്രുവിനെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന ഏറ്റവും വലിയ ആയുധം മൗനമാണ്. അവന്റെ നീക്കങ്ങൾക്കു മുന്നിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അവൻ ഉള്ളിൽ ഭയപ്പെടാൻ തുടങ്ങും. നിങ്ങൾ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവൻ കരുതും. ആ ഭയം അവനെ കാർന്നുതിന്നുകൊള്ളും. രഹസ്യോപായം 7. ശത്രുവിന്റെ ആയുധം അവനെതിരെ തിരിക്കുക. ചാണക്യനീതി പറയുന്നു, ശത്രുവിന്റെ ആയുധം അവനെതിരെ തന്നെ തിരിക്കുക. അവൻ നുണകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതേ നുണയുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരിക. അവൻ നിങ്ങളുടെ ദേഷ്യം മുതലെടുക്കുകയാണെങ്കിൽ ശാന്തമായിരുന്ന് അവനെ തെറ്റുകാരനാക്കുക. അവൻ നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതേ ജോലി ഇരട്ടി ശക്തിയിൽ പൂർത്തിയാക്കുക. നിർണായകമായ ഉപായം 8. ആർക്കും തൊടാനാകാത്തത്ര ഉയരത്തിൽ സ്വയം എത്തുക. ചാണക്യൻ പറയുന്നു, സിംഹത്തിനെതിരെ കുരയ്ക്കാൻ കുറുക്കന്മാർക്ക് കഴിയും, പക്ഷേ കടിക്കാൻ കഴിയില്ല. അതായത്, നിങ്ങൾ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തിയാൽ ഒരു ഗൂഢാലോചനയ്ക്കും നിങ്ങളെ വീഴ്ത്താനാവില്ല. ആളുകൾ ശ്രമിക്കും, പക്ഷേ അവരുടെ ശ്രമങ്ങൾ അവിടെ തന്നെ അവസാനിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനവും ആത്മാർത്ഥതയും ലക്ഷ്യവും ആർക്കും അടുക്കാൻ കഴിയാത്തത്ര ശക്തമാക്കുക. സുഹൃത്തുക്കളെ, ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയാൽ ചാണക്യനീതി എന്തു പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. ശത്രുവിന്റെ വേരറുക്കുക, അവനെ തെറ്റിദ്ധരിപ്പിക്കുക, അവന്റെ എടുത്തുചാട്ടം അവന്റെ തന്നെ വലയാക്കുക, രഹസ്യ സഹായികളെ ഉണ്ടാക്കുക, പതുക്കെ പതുക്കെ അവന്റെ ശക്തി കുറയ്ക്കുക, മൗനം കൊണ്ട് ഭയപ്പെടുത്തുക, അവന്റെ ആയുധം അവനെതിരെ തിരിക്കുക, ആർക്കും തൊടാനാകാത്തത്ര ഉയരത്തിലെത്തുക. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം അടുത്ത ഭാഗത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത്, ആ മനുഷ്യൻ വെറും ഗൂഢാലോചന മാത്രമല്ല, നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കസമെടുത്തിട്ടുണ്ടെങ്കിൽ ചാണക്യനീതിയുടെ ഏതെല്ലാം അപകടകരവും നിർണായകവുമായ ഉപായങ്ങൾ സ്വീകരിക്കണമെന്നാണ്. ഭാഗം 4. സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ പഠിച്ചു എങ്ങനെ ഒരാളുടെ നീക്കങ്ങളെ തിരിച്ചറിയാം, അകലം പാലിച്ച് അവനെ ദുർബലനാക്കാം, ഗൂഢാലോചനക്കാരെ അവരുടെ തന്നെ വലയിൽ വീഴ്ത്താമെന്ന്. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആരെങ്കിലും നിങ്ങൾക്കെതിരെ വെറും നീക്കങ്ങൾ നടത്തുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കാൻ തീരുമാനിച്ചാലോ? അതായത് നിങ്ങളുടെ മാനം, ബന്ധങ്ങൾ, ജോലി, എന്തിന് ജീവിതം തന്നെ നശിപ്പിക്കാൻ കസമെടുത്തിട്ടുണ്ടെങ്കിലോ? എന്തു ചെയ്യും? ഇവിടെയാണ് ചാണക്യനീതിയുടെ ഏറ്റവും അപകടകരമായ അധ്യായം വരുന്നത്. നിർണായക ഉപായം 1. ശത്രുവിന്റെ ബലഹീനത കണ്ടെത്തി ആയുധമാക്കുക. ചാണക്യൻ പറയുന്നു, ശത്രു എത്ര ശക്തനായാലും അവന് എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടാകും. അതാണ് അവന്റെ മരണത്തിന് കാരണമാകുന്നത്. ഇതിനർത്ഥം ആരെങ്കിലും നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അവനുമായി നേർക്കുനേർ ഏറ്റുമുട്ടരുത്. പകരം അവന്റെ രഹസ്യ ബലഹീനത കണ്ടെത്തുക. അത് അത്യാഗ്രഹമാകാം, അഹങ്കാരമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യമാകാം. ഉദാഹരണത്തിന്, മൗര്യകാലത്ത് ഒരു എതിരാളി രാജാവ് ചാണക്യനും ചന്ദ്രഗുപ്തനുമെതിരെ വലിയ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ആ രാജാവിന്റെ ഏറ്റവും വലിയ ബലഹീനത മദ്യത്തോടുള്ള ആർത്തിയാണെന്ന് ചാണക്യൻ കണ്ടെത്തി. ആ ബലഹീനത ഉപയോഗിച്ചു രാജാവ് സ്വന്തം ലഹരിയിൽ യുദ്ധം തോറ്റു. അതായത് ബലഹീനതയാണ് ഏറ്റവും വലിയ ആയുധം. നിർണായക ഉപായം 2. ശത്രുവിന്റെ ശക്തി അവനെതിരെ തിരിക്കുക. ചാണക്യനീതി പറയുന്നു, ഏത് ആയുധം കൊണ്ടാണോ ശത്രു പ്രഹരിക്കുന്നത് അതേ ആയുധം കൊണ്ട് അവനെ തീർക്കുക. ആരെങ്കിലും നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സത്യം എന്ന ആയുധം ഉപയോഗിക്കാം. ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അവന്റെ എടുത്തുചാട്ടം തന്നെ അവന്റെ വീഴ്ചയ്ക്ക് കാരണമാകും. ആരെങ്കിലും കള്ളക്കേസുകളിൽ കുടുക്കാൻ നോക്കുകയാണെങ്കിൽ ആ നുണ തെളിയിക്കാനുള്ള അവന്റെ ശ്രമങ്ങൾ തന്നെ അവനെ വെളിച്ചത്തുകൊണ്ടുവരും. ഒരു കഥ. ചാണക്യൻ ഒരിക്കൽ തന്റെ എതിരാളികളെ അവരുടെ തന്നെ രാഷ്ട്രീയം കൊണ്ട് തോൽപ്പിച്ചു. എതിരാളികൾ അദ്ദേഹത്തിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ ചാണക്യൻ ആ അപവാദങ്ങളെ വളരാൻ അനുവദിച്ചു. ഒടുവിൽ ആളുകൾക്ക് തന്നെ സംശയം തോന്നി, ഇത്രയും മോശം മനുഷ്യൻ ഉണ്ടാകുമോ എന്ന്. അങ്ങനെ ആ അപവാദങ്ങൾ താനേ ഇല്ലാതായി. നിർണായക ഉപായം 3. നേരിട്ട് പ്രഹരിക്കുക, എന്നാൽ ശരിയായ സമയത്ത്. ആരെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ കസമെടുത്തിട്ടുണ്ടെങ്കിൽ വെറും പ്രതിരോധം കൊണ്ട് കാര്യമില്ല. നേരിട്ട് തിരിച്ചടിക്കേണ്ട ഒരു സമയം വരും. ചാണക്യൻ പറയുന്നു, സിംഹം മിണ്ടാതിരിക്കില്ല. അത് ശരിയായ സമയം നോക്കി ചാടി വീഴും. അതായത് ശത്രു പൂർണ്ണമായി വെളിപ്പെടുമ്പോൾ, അവന്റെ നീക്കങ്ങൾ വ്യക്തമായി കാണുമ്പോൾ സിംഹത്തെപ്പോലെ ചാടി വീഴണം. ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പ്രഹരിക്കണം. നിർണായക ഉപായം 4. ശത്രു ചിന്തിക്കാത്ത ഇടത്ത് പ്രഹരിക്കുക. ചാണക്യനീതിയിൽ പറയുന്നു, ശത്രു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് പ്രഹരിക്കുക. അവൻ മുന്നിൽ നിന്നുള്ള യുദ്ധം പ്രതീക്ഷിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആക്രമിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് അവൻ കരുതുമ്പോൾ പെട്ടെന്ന് ശബ്ദമുയർത്തുക. അവൻ നിങ്ങളെ ദുർബലനായി കാണുമ്പോൾ നിങ്ങളുടെ ശക്തി പെട്ടെന്ന് കാണിക്കുക.
ഉദാഹരണത്തിന് ചന്ദ്രഗുപ്തൻ മഗധയിലെ നന്ദവംശവുമായി യുദ്ധം ചെയ്തപ്പോൾ നേർക്കുനേർ പോയില്ല. പകരം അവരുടെ ഉള്ളിലെ ഭിന്നത മുതലെടുത്ത് പ്രഹരിച്ചു. ഫലം ഏറ്റവും ശക്തമായ സാമ്രാജ്യം പോലും തകർന്നു. നിർണായക ഉപായം 5. ശത്രുവിന്റെ വേര് നശിപ്പിക്കുക, ശാഖകൾ താനേ വീഴും. ചാണക്യൻ പറയുന്നു, മരത്തിന്റെ വേര് മുറിച്ചാൽ ഇലകളും ശാഖകളും താനേ വീഴും. ഇതിനർത്ഥം ആരെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ചെറിയ ചെറിയ നീക്കങ്ങൾക്ക് മറുപടി നൽകരുത്. പകരം അവന്റെ വേരിലേക്ക് പോകുക. അവന്റെ അധികാരം, അവന്റെ പിൻബലം, അവന്റെ കൂട്ടുകെട്ട് അവിടെ പ്രഹരിക്കുക. ബാക്കിയെല്ലാം താനേ അവസാനിക്കും. നിർണായക ഉപായം 6. വികാരങ്ങളെ നിയന്ത്രിക്കുക. ആരെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നതാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, ദേഷ്യം കൊണ്ടുള്ള തീരുമാനം ഒരിക്കലും ശരിയാകില്ല. ഭയം കൊണ്ടെടുക്കുന്ന തീരുമാനം എപ്പോഴും തോൽക്കും. ജയിക്കണമെങ്കിൽ തലച്ചോറ് തണുപ്പിച്ചു വയ്ക്കണം. മനസ്സ് എത്ര ശാന്തമാണോ പ്രഹരം അത്രത്തോളം മാരകമായിരിക്കും. നിർണായക ഉപായം 7. ചിലപ്പോൾ യുദ്ധം ഒഴിവാക്കുന്നതാണ് ജയം. ചാണക്യൻ പറയുന്നു, യുദ്ധം കൊണ്ട് ശത്രുവിനേക്കാൾ നഷ്ടം നിങ്ങൾക്കാണെങ്കിൽ ആ യുദ്ധം ചെയ്യരുത്. അതായത് എതിരാളി സ്വന്തം നാശത്തിന്റെ വഴിയിലാണ് പോകുന്നതെങ്കിൽ അവനെ പോകാൻ അനുവദിക്കുക. നിങ്ങൾ അവന്റെ നാശത്തിലേക്ക് ചാടേണ്ട കാര്യമില്ല. ക്ഷമയോടെ ഇരിക്കുക. സമയം വരട്ടെ. ശത്രു സ്വന്തം ഭാരം കൊണ്ട് താനേ വീണുകൊള്ളും. ഭയപ്പെടുത്തുക. ശത്രുവിന്റെ ഭയത്തെ എത്രത്തോളം വർദ്ധിപ്പിക്കുക, എന്നാൽ അവൻ സ്വയം തോൽവി സമ്മതിക്കണം. ചാണക്യനീതി പറയുന്നു, ചിലപ്പോൾ യുദ്ധം വാൾ കൊണ്ടല്ല, ഭയം കൊണ്ടാണ് ജയിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശക്തി പതുക്കെ കാണിക്കുമ്പോൾ, അവന്റെ ഓരോ നീക്കത്തിലും നിങ്ങൾ നിശബ്ദനായി ശക്തമായി നിൽക്കുമ്പോൾ ശത്രുവിന്റെ മനോവീര്യം തകരും. ഭയം അവന്റെ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രഹരിക്കേണ്ട ആവശ്യം പോലുമില്ല. അവൻ താനേ തോൽവി സമ്മതിക്കും. സുഹൃത്തുക്കളെ, ഒരാൾ നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ചാണക്യനീതി എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. ശത്രുവിന്റെ ബലഹീനത കണ്ടെത്തി ആയുധമാക്കുക. അവന്റെ ശക്തി അവനെതിരെ തിരിക്കുക. ശരിയായ സമയത്ത് നേരിട്ട് പ്രഹരിക്കുക. പ്രതീക്ഷിക്കാത്ത ഇടത്ത് ആക്രമിക്കുക. ശത്രുവിന്റെ വേരറുക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കുക. ചിലപ്പോൾ യുദ്ധമൊഴിവാക്കുക. ശത്രുവിന്റെ ഭയം വർദ്ധിപ്പിക്കുക. പക്ഷെ കഥ ഇവിടെ കൂടുതൽ രസകരമാവുകയാണ്. കാരണം 5-ാം ഭാഗത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത് ശത്രു ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു വലിയ വ്യവസ്ഥിതിയോ സിസ്റ്റം, ഒരു ആൾക്കൂട്ടമോ ഒരു തന്ത്രമോ ആകുമ്പോൾ ചാണക്യനീതി ഏതെല്ലാം അന്തിമവും രഹസ്യവുമായ ഉപായങ്ങൾ നൽകുന്നു എന്നാണ്. ഭാഗം 5. സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ അറിഞ്ഞു എങ്ങനെ ഒരു വ്യക്തിയുടെ നീക്കങ്ങളെ മനസ്സിലാക്കാം, ഗൂഢാലോചനക്കാരെ എങ്ങനെ തോൽപ്പിക്കാം, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരെ എങ്ങനെ നേരിടാമെന്ന്. എന്നാൽ ജീവിതം എപ്പോഴും അത്ര എളുപ്പമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ശത്രു ഒരു മനുഷ്യൻ മാത്രമായിരിക്കില്ല. ചിലപ്പോൾ അതൊരാൾക്കൂട്ടമായി മാറാം. ചിലപ്പോൾ ഒരു സംഘടന, ഒരു സ്ഥാപനം, അധികാരം അല്ലെങ്കിൽ സമൂഹം തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കാം. ഇവിടെയാണ് മനുഷ്യൻ തകർന്നു പോകുന്നത്. എന്നാൽ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ശത്രു സമുദ്രത്തെപ്പോലെ വിശാലമാണെങ്കിൽ നിങ്ങൾ നദിയാകരുത്, മേഘമാവുക. മേഘം പെയ്യുമ്പോൾ സമുദ്രത്തെപ്പോലും ഇളക്കിമറിക്കും. അതായത് മുന്നിൽ എത്ര വലിയ സംവിധാനമായാലും ചാണക്യനീതി വഴി കാണിച്ചു തരും. അന്തിമ ഉപായം 1. സിസ്റ്റത്തിന്റെ വേര് തിരിച്ചറിയുക. ചാണക്യൻ പറയുന്നു, ആൾക്കൂട്ടത്തിന് ബുദ്ധിയില്ല, അവരെ നയിക്കാൻ ഒരാൾ വേണം. അതായത് നിങ്ങൾക്കെതിരെ ഒരു സിസ്റ്റം മുഴുവൻ നിൽക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സിസ്റ്റമല്ല നിങ്ങളുടെ ശത്രു, അത് നിയന്ത്രിക്കുന്ന ചില ആളുകളാണ്. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക. ഈ ആൾക്കൂട്ടത്തിന് ദിശ നൽകുന്ന ആ 2-4 പേരെ കണ്ടെത്തുക. ഉദാഹരണത്തിന് മൗര്യകാലത്ത് നന്ദവംശത്തിന്റെ സൈന്യം ലക്ഷങ്ങളായിരുന്നു. എന്നാൽ യഥാർത്ഥ ശക്തി ചില മന്ത്രിമാരുടെയും സേനാപതികളുടെയും കൈകളിലായിരുന്നു. ചാണക്യൻ നേരിട്ട് അവരെ പ്രഹരിച്ചു. അതോടെ മുഴുവൻ സൈന്യവും ചിതറിപ്പോയി. അന്തിമ ഉപായം 2. ആൾക്കൂട്ടത്തെ നിങ്ങളുടെ പക്ഷത്താക്കുക. ചാണക്യനീതി പറയുന്നു, ശത്രുവിന്റെ ശക്തി ജനങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ജനങ്ങളെ സ്വന്തമാക്കുക. ശത്രു താനെ ദുർബലനാകും. അതായത് ഒരു വ്യവസ്ഥിതി നിങ്ങൾക്കെതിരെയാണെങ്കിൽ അവിടുത്തെ ആൾക്കൂട്ടത്തെ ശത്രുവായി കാണരുത്. പകരം അവരോട് സത്യം പറയുക. അവർക്കുവേണ്ടി നിലകൊള്ളുക. പതുക്കെ ആ ആൾക്കൂട്ടം നിങ്ങളുടെ ശക്തിയായി മാറും. ഉദാഹരണത്തിന് ചന്ദ്രഗുപ്തൻ അധികാരം പിടിച്ചപ്പോൾ ആദ്യം ജനങ്ങളെ തന്റെ ഭാഗത്താക്കി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ വിശ്വാസം നേടുകയും ചെയ്തു. ജനങ്ങൾ കൂടെ വന്നപ്പോൾ ഏറ്റവും വലിയ അധികാരത്തിന് പോലും പിടിച്ചു നിൽക്കാനായില്ല. അന്തിമ ഉപായം 3. ചാരശൃംഖലയുണ്ടാക്കുക. ചാണക്യൻ പറയുന്നു, വലിയ വലിയ സാമ്രാജ്യങ്ങളെയും ചാരന്മാർ വീഴ്ത്തിയിട്ടുണ്ട്. മുന്നിലൊരു സിസ്റ്റമുള്ളപ്പോൾ നേരിട്ടുള്ള യുദ്ധം വിഡ്ഢിത്തമാണ്. ശരിയായ രീതി അതിനുള്ളിൽ രഹസ്യ കണ്ണുകളും കാതുകളും വെക്കുക എന്നതാണ്. ഓരോ നീക്കവും നേരത്തെ അറിയാൻ കഴിയും. വിവരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശത്രുവും വരുതിയിലാകും. അന്തിമ ഉപായം 4. മനഃശാസ്ത്ര യുദ്ധം. ചാണക്യനീതിയിൽ എഴുതിയിട്ടുണ്ട്, വാളിനേക്കാൾ മുമ്പ് മനസ്സ് തകർക്കുക, ശരീരം താനേ തകർന്നോളും. വ്യവസ്ഥിതി നിങ്ങൾക്കെതിരെയാകുമ്പോൾ ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് യുദ്ധം ജയിക്കേണ്ടത്.
ശത്രുക്കൾക്കിടയിൽ ഭിന്നപ്പുണ്ടാക്കുക, അവരെ പരസ്പരം സംശയിപ്പിക്കുക. ചിലപ്പോൾ ഒരു അടിപോലും കൊടുക്കാതെ ശത്രുതാനെ തകർന്നു വീഴും. ഉദാഹരണത്തിന്, മഗധ ദർബാറിൽ മന്ത്രിമാർക്കിടയിൽ ഭിന്നപ്പുണ്ടായപ്പോൾ അവർ തന്നെ രാജാവിനെ ദുർബലനാക്കി. യുദ്ധത്തിന്റെ ആവശ്യം പോലും വന്നില്ല. അന്തിമ ഉപായം 5. സമയത്തിനായി കാത്തിരിക്കുക. ചാണക്യൻ പറയുന്നു, ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി ക്ഷമയാണ്. ഒരു സിസ്റ്റം നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഉടൻ യുദ്ധം ചെയ്യരുത്. സമയത്തിനായി കാത്തിരിക്കുക. കാരണം സമയത്തോടൊപ്പം എല്ലാ അധികാരവും എല്ലാ വ്യവസ്ഥിതിയും ദുർബലമാകും. അത് ഏറ്റവും ദുർബലമാകുമ്പോൾ പ്രഹരിക്കുക. അന്തിമ ഉപായം 6. പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കുക. പഴയ സിസ്റ്റം നിങ്ങൾക്കെതിരാണെങ്കിൽ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. ചാണക്യൻ പറയുന്നു, മതിലിടിഞ്ഞാൽ അതിന് താങ്ങുകൊടുക്കരുത്, പുതിയ മതിൽ പണിയുക. അതായത്, ഒരു വ്യവസ്ഥിതി മുഴുവൻ നിങ്ങൾക്കെതിരെയാണെങ്കിൽ പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കുക. പുതിയ ചിന്ത, പുതിയ ആളുകൾ, പുതിയ വഴി. പതുക്കെ പഴയ സിസ്റ്റം താനേ തകർന്നോളും. ഉദാഹരണത്തിന്, ചാണക്യനും ചന്ദ്രഗുപ്തനും നന്ദവംശത്തിൽ നിന്ന് അധികാരം പിടിച്ചു. പക്ഷേ അതേ സിസ്റ്റം തുടർന്നില്ല. അവർ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു, മൗര്യ സാമ്രാജ്യം. അത് 100 വർഷത്തോളം നിലനിന്നു. അന്തിമ ഉപായം 7. വ്യക്തിജീവിതത്തിലും ഇത് ബാധകമാണ്. സുഹൃത്തുക്കളെ, ഈ നീതി സാമ്രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ചിലപ്പോൾ നമുക്കെതിരെ ഒരു വ്യക്തിയല്ല, മുഴുവൻ സാഹചര്യവും എതിരാകും. ഓഫീസിലെ രാഷ്ട്രീയം, ബന്ധുക്കളുടെ കൂട്ടം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സമ്മർദ്ദം, ഇതൊക്കെ ഒരു സിസ്റ്റമാണ്. അത്തരം സാഹചര്യത്തിൽ ഇതേ ഉപായങ്ങൾ സ്വീകരിക്കുക. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക. ബാക്കിയുള്ളവരെ നിങ്ങളുടെ പക്ഷത്താക്കുക. ക്ഷമയോടെ ഇരിക്കുക. ശരിയായ സമയത്ത് പ്രഹരിക്കുക. പഴയ വ്യവസ്ഥിതി മാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ പുതിയ വഴി സ്വയം വെട്ടുക. അവസാനത്തെ പരമമായ ഉപായം, സ്വയം ആർക്കും തോൽപ്പിക്കാനാകാത്തത്ര ഉയരത്തിലെത്തുക. ചാണക്യൻ പറയുന്നു, ആകാശം തൊടാൻ ആഗ്രഹിക്കുന്നവൻ മണ്ണിലെ പൊടിയെ ഭയക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിലും അറിവിലും ആത്മബലത്തിലും നിങ്ങൾ വളരെ ശക്തനായാൽ ഒരു സിസ്റ്റത്തിനും ഒരാൾക്കൂട്ടത്തിനും ഒരു വ്യവസ്ഥിതിക്കും നിങ്ങളെ ഇളക്കാൻ കഴിയില്ല. അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കും, പക്ഷേ നിങ്ങളുടെ ഉയരം കണ്ട് അവർ സ്വയം തോൽവി സമ്മതിക്കും. സുഹൃത്തുക്കളെ, ശത്രു ഒരു വ്യക്തിയല്ല, ഒരു സിസ്റ്റമാകുമ്പോൾ ചാണക്യനീതി എന്തു പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. യഥാർത്ഥ വേര് തിരിച്ചറിയുക. ആൾക്കൂട്ടത്തെ സ്വന്തം പക്ഷത്താക്കുക. ചാരന്മാരെയും വിവരങ്ങളെയും ആയുധമാക്കുക. മനഃശാസ്ത്ര യുദ്ധം നടത്തുക. ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. പഴയ സിസ്റ്റം തകർന്നാൽ പുതിയതുണ്ടാക്കുക. എല്ലാത്തിനുമുപരിയായി ഒരു സിസ്റ്റത്തിനും തൊടാൻ കഴിയാത്തത്ര ഉയരത്തിൽ സ്വയം എത്തുക. പക്ഷേ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വലിയ കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ചാണക്യനീതി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ മാത്രമല്ല, സ്വയം ജയിക്കാനും പഠിപ്പിക്കുന്നു. കാരണം യഥാർത്ഥ വിജയം ശത്രുക്കളെ തോൽപ്പിച്ച് ഉള്ളിൽ ശാന്തമായിരിക്കുമ്പോഴാണ്. ഓർക്കുക, അറിവ് പങ്കുവെക്കുമ്പോഴാണ് അത് ജീവനോടെയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബത്തിലേക്കും എത്തിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏത് നീതിയാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് എന്ന് കമന്റ് ചെയ്തറിയിക്കുക. നിങ്ങളുടെ പങ്കാളിത്തമാണ് ഞങ്ങളുടെ യഥാർത്ഥ ശക്തി. നീതി അവസാനിക്കുന്നില്ല, അത് അടുത്ത ശ്വാസത്തിനായി കാത്തിരിക്കുകയാണ്.